ചില ആളുകൾ അവർക്ക് എന്തൊരു വ്യത്യസ്തമായ കാര്യം കിട്ടിയാലും ഉടനടി അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക, ഉടനടി അത് ആൾക്കാർക്കിടയിൽ പ്രകടിപ്പിക്കുക എന്ന സ്വഭാവം കാണാൻ സാധിക്കും. ജനങ്ങൾക്ക് വിരുദ്ധമായി തീരുക എന്നതല്ല ഒരു മുസ്ലിം ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ എല്ലാവരും ഇസ്ലാമിലേക്ക് എത്താനും അവനും ജനങ്ങളും ഒരുപോലെ നിൽക്കാനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യപ്പെടാനുമാണ്. അതല്ലാതെ അവൻ ആളുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനായി മാത്രം മാറുന്നതിന് വേണ്ടിയല്ല ഒരു ഇബാദത്തും ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അവനുണ്ടാവുന്ന ഗുർബത്ത് ഉണ്ടാവും അല്ലെ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഗുർബത്ത് എന്നത്, അപരിചിതത്വം എന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഗുർബത്ത്, രണ്ട് ഒരാൾ അയാളുടെ അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഗുർബത്ത്. ഒന്ന് ഒരാൾ ഇസ്ലാമിൽ ഉറച്ചിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന അപരിചിതത്വം. രണ്ടാമത്തേത് അയാൾ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പലതും ചെയ്തു കൂട്ടുന്നത് കൊണ്ട് മാത്രം അയാൾക്ക് ലഭിക്കുന്നതാണ്. അത് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമല്ല. ഉദാഹരണത്തിന് ചില ആളുകൾക്ക് ഹറാമു ചെയ്താൽ ആൾക്കാർക്കിടയിൽ ഗുർബത്ത് ഉണ്ടാവും, ആൾക്കാർക്കിടയിൽ അപരിചിതത്വം ഉണ്ടാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അപരിചിതർക്ക് മംഗളം. ഉദാഹരണത്തിന് ഖാദിയാനികൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഗുർബത്തുള്ള ആൾക്കാരാണ് അവര്. ഒരു മനുഷ്യനെ അവരെ കണ്ട് അസ്സലാമു അലൈക്കും അറിയില്ല, തിരിഞ്ഞു നോക്കൂല, സംസാരിക്കൂല, പല ആൾക്കാരും ചിരിക്കൂല. മുസ്ലിമീങ്ങൾ പലരും അവരെ കല്യാണത്തിന് വരെ വിളിക്കൂല, മരിച്ചാൽ നിസ്കരിക്കാൻ വരെ പോകില്ല. അതിന്റെ അർത്ഥം റസൂലുള്ളാഹി പ്രോത്സാഹിപ്പിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ച ഖുറബാക്കൾ അവരാണ് എന്നാണോ? അല്ല, നരകത്തിന്റെ അവകാശികളാണ് ആ കൂട്ടർ. അവർക്കുണ്ടായിട്ടുള്ള ഗുർബത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ശിക്ഷയാണ്. അപ്പോൾ കേവലം അപരിചിതത്വം ഉണ്ടായി എന്നതല്ല ഒരാൾ ഹക്കിലാണ് എന്നതിന്റെ അടയാളം. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ജനങ്ങളുടെ അവസ്ഥകളെ ചില സന്ദർഭങ്ങളിൽ ചില പ്രവർത്തനങ്ങളിൽ പരിഗണിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന മാർഗങ്ങളിൽ ഒന്നാണ്. ശരി, കഅബയുടെ നിർമ്മാണം പൂർത്തിയായി. മക്കക്കാർ അവർക്ക് അവസാനമായി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് വന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച അത് കഅബയിലേക്ക് എടുത്തു വെക്കണം, അതിന്റെ സ്ഥാനത്തേക്ക് അത് കൊണ്ടുപോയി വെക്കണം. ആരാണ് ഹജറുൽ അസ്വദ് കൊണ്ടുപോയി വെക്കുക? അവർക്കിടയിൽ വലിയ തർക്കമായി. ചില ആളുകൾ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം പാത്രത്തിലേക്ക് ഉറ്റിക്കുകയും ആ രക്തത്തിൽ കൈമുക്കിക്കൊണ്ട് ശപഥം ചെയ്യുകയും ചെയ്തു, ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ ഞങ്ങൾ ഇവിടെ ഹറമിൽ യുദ്ധം ചെയ്യും. ഖുറൈശികൾക്കിടയിൽ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം അന്തരീക്ഷത്തിൽ വ്യക്തമായി കാണാൻ തുടങ്ങി. ഗോത്രങ്ങൾ പരസ്പരം കരാറുകളിൽ ഏർപ്പെടാൻ തുടങ്ങി, ആളുകൾ സംഘം ചേരാൻ തുടങ്ങി. അങ്ങനെ അവർക്കിടയിൽ യുദ്ധമല്ലാതെ ഇനിയൊരു പരിഹാരമില്ല എന്ന അവസ്ഥയിലെത്തി. 4 ദിവസത്തോളം ഏതാണ്ട് ആ പ്രശ്നം അവർക്കിടയിൽ കത്തി നിന്നു എന്നാണ്. അങ്ങനെ ഇരിക്കെ അവർക്കിടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്കൊരു വഴിയുണ്ട്. അത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവരുടെ ഉപ്പയായ അബൂ ഉമയ്യത്ത് ഇബ്നുൽ മുഗീറയാണ്. അബൂ ഉമയ്യത്ത് ഇബ്നുൽ മുഗീറ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പ്രശ്നം അത് പരിഹരിക്കുന്നതിനു വേണ്ടി ബാബു ബനി ഷൈബയിലൂടെ ആദ്യം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്നയാൾ ആരാണോ അയാളെ ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് നിശ്ചയിക്കാം. ബാബു ബനി ഷൈബ എന്ന് പറയുന്നത് ഇന്ന് ഹറമിൽ പോയാൽ ബാബുസലാം എന്ന പേരിൽ കാണാൻ സാധിക്കുന്ന ബാബാണ്. ബാബുസലാം എന്ന പേരിൽ കാണുന്ന വാതിൽ, അതാണ് ബാബു ബനി ഷൈബ. ബാബു ബനി ഷൈബയിലൂടെ ആരാണോ ആദ്യം നമുക്കിടയിലേക്ക് കയറി വരുന്നത് അയാൾ ഈ വിഷയത്തിൽ എന്ത് തീരുമാനമാണോ എടുക്കുന്നത് ആ തീരുമാനം നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ ആളുകളെല്ലാം അവിടേക്ക് നോക്കിയിരിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖദാഇനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കയറി വന്നു. റസൂലുള്ളാഹിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഹാദൽ അമീനു റദീന, ഇതാ അമീനാണിത്, അൽ അമീൻ. അൽ അമീൻ ഞങ്ങൾക്കിടയിൽ തീരുമാനമെടുക്കുക എന്നത് ഞങ്ങൾക്ക് തൃപ്തികരമാണ്. വഹാദ മുഹമ്മദ്, ഇത് നമ്മുടെ മുഹമ്മദാണ്. മുഹമ്മദ് നമുക്കിടയിൽ തീരുമാനമെടുക്കുന്നതിൽ യാതൊരു പ്രശ്നവും നമുക്കില്ല. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനത്തിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായി. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുന്ന് പ്രശ്നം കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഹലുമ്മ ഇലയ്യ സൗബൻ, ഒരു തുണി കൊണ്ടുവരാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൾ കൊണ്ട് ഹജറുൽ അസ്വദ് എടുത്ത് ആ തുണിയിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് മക്കയിലെ ഓരോ ഗോത്രക്കാരെയും അവരുടെ നേതാക്കന്മാരോട് വരാൻ പറഞ്ഞു. അവർ ഓരോരുത്തരും ആ തുണിയുടെ ഓരോ ഭാഗങ്ങളായി പിടിച്ചു. അങ്ങനെ അവർ ഹജറുൽ അസ്വദ് അത് എവിടെയാണോ ഉണ്ടായിരുന്നത് ആ സ്ഥലത്തേക്ക് ഈ തുണി കൊണ്ടുപോയി. അതോടൊപ്പം ആ കല്ലും അവരെല്ലാവരും ഒരുമിച്ചാണ് പിടിച്ചിട്ടുള്ളത്. അങ്ങനെ ആ സ്ഥാനത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്ത് ആ കല്ലെടുത്ത് ഹജറുൽ അസ്വദിന്റെ സ്ഥാനത്തേക്ക് വെച്ചു. അവർക്കിടയിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു യുദ്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹിക്മത്തുള്ള പ്രവർത്തനത്തിലൂടെ അവസാനിപ്പിച്ചത്. നമുക്ക് നിങ്ങൾ ഒരു പ്രശ്നമുണ്ടായാൽ അത് എല്ലാവർക്കും തൃപ്തമായ രൂപത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കണമെന്ന വലിയ പാഠം ഇതിലുണ്ട്. സാധ്യമാകുന്നിടത്തോളം നിഷ്പക്ഷത പാലിക്കാനും എല്ലാവർക്കും തൃപ്തമായ അഭിപ്രായം കൊണ്ടുവരാനും കഴിവുള്ളവനാണ് യഥാർത്ഥത്തിൽ ഹക്കീമായിട്ടുള്ളവൻ, യുക്തിയുള്ളവൻ. എല്ലാവരെയും ഒരുപോലെ പരിഹരിപ്പിക്കാൻ പറ്റുക, അത് വലിയ ഹിക്മത്താണ്, വലിയ നന്മയാണ്. ആ നന്മ ഒരാൾക്ക് ലഭിക്കാന്നുള്ളത്, ആ ബുദ്ധി ഒരാൾക്ക് ലഭിക്കാന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകുന്ന നന്മകളിൽപ്പെട്ടതാണ്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് 35 വയസ്സുള്ള സന്ദർഭത്തിൽ നടന്ന സംഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നുബുവത്ത് ലഭിക്കുന്നത് 40-ാമത്തെ വയസ്സിലാണ്. എന്നാൽ ആ നുബുവത്ത് റസൂലുള്ളാഹിക്ക് ലഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നുബുവത്തിന്റെ അടയാളങ്ങൾ, അതിന്റെ സൂചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിരുന്നു. മാത്രമല്ല, ആകാശലോകത്ത് ഈ വലിയ സംഭവം, ചരിത്രത്തിൽ തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ സംഭവം, ഏറ്റവും വലിയ വൃത്താന്തം, അത് ഇറങ്ങുന്നതിന്റെ മുന്നൊരുക്കങ്ങൾ ആകാശലോകത്ത് വരെ പ്രകടമായി തുടങ്ങിയിരുന്നു. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വഹി നൽകപ്പെടുന്നതിന് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ആകാശലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം ശക്തമാക്കി. ആകാശലോകത്തിന്റെ സംരക്ഷണം അല്ലാഹു ശക്തമാക്കി. ആകാശങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇരുന്ന് ജിന്നുകൾ അവർ മലക്കുകളുടെ സംസാരങ്ങൾ കട്ടുകേൾക്കാറുണ്ടായിരുന്നു. മലക്കുകൾ സംസാരിക്കുന്നത് കട്ടുകേൾക്കും. മലക്കുകൾ എന്താണ് സംസാരിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അറിയിച്ചു നൽകിയ വിവരങ്ങളാണ് മലക്കുകൾ സംസാരിക്കുക. ആ വർഷം ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ ഖദാ, അതിന്റെ ഖദർ, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ എന്തെല്ലാമാണ് എന്നത് മലക്കുകൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കും. ആ വിവരങ്ങളെ കുറിച്ച് മലക്കുകൾ പരസ്പരം സംസാരിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും മലക്കുകളെ അറിയിക്കുന്നുണ്ട്. ഭൂമി ലോകത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചും. ചില മലക്കുകൾക്ക് ചില മനുഷ്യന്മാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയിക്കും. ആരൊക്കെയാണ് മരിക്കുന്നത്, ആരൊക്കെയാണ് ഈ വർഷം, ആർക്കൊക്കെയാണ് ഇന്ന ഇന്ന സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഈ കാര്യങ്ങളെ കുറിച്ച് മലക്കുകൾ അവരുടെ സദസ്സുകളിൽ ഇരുന്ന് സംസാരിക്കും. ഇത് കേൾക്കുന്നതിനു വേണ്ടി ജിന്നുകൾ, അവരിലെ പിശാചുക്കൾ, ശൈത്താന്മാർ ചില സ്ഥലങ്ങളിൽ പോയി പതുങ്ങിയിരിക്കും. അങ്ങനെ പതുങ്ങിയിരുന്നാൽ പലപ്പോഴും അവർക്ക് ഉൽക്കകൾ കൊണ്ടുള്ള ഏറ് കിട്ടും. നക്ഷത്രങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ ഭാഗങ്ങൾ കൊണ്ട് അവർക്ക് ഏറ് ലഭിക്കും. അത് പൊതുവെ സംഭവിച്ചു വന്നിരുന്ന കാര്യമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിയോഗമനം അടുത്ത സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തിന്റെ സംരക്ഷണം ശക്തമാക്കി, കൂടുതൽ ശക്തമാക്കി. എന്തിനു വേണ്ടി? അതിനു പിന്നിൽ വലിയ ഹിക്മത്തുണ്ടായിരുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, ആകാശ ലോകത്ത് മലക്കുകൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ജിന്നുകൾ കേൾക്കുകയും അവരത് ഭൂമിയിലേക്ക് എത്തിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ ഖുർആനും ജിന്നുകളുടെ സംസാരവും തമ്മിൽ ചെറിയ സാദൃശ്യം ആർക്കെങ്കിലും അനുഭവപ്പെടുകയും ചെയ്യുക എന്നത് ഇല്ലാതിരിക്കുന്നതിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നുബുവത്തിന് മുൻപ് ഈ പറഞ്ഞ സംരക്ഷണം ശക്തമാക്കിയത്. പൊതുവെ ജിന്നുകൾ അവർ കേൾക്കാൻ വന്നാൽ മലക്കുകൾ അവരെ എറിയും. അത് ചിലപ്പോൾ കൊള്ളും, ചിലപ്പോൾ കൊള്ളൂല. എന്നാൽ നുബുവത്തിന് തൊട്ടു മുൻപ് സംരക്ഷണം ശക്തമാക്കി.
ചില ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അദ്ദേഹം പറഞ്ഞതുപോലെ ജിന്നുകൾ അവരുടെ സ്ഥലങ്ങളിൽ പതിയിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ഏറെ ശക്തമായി കിട്ടാൻ തുടങ്ങി. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും കേൾക്കാൻ പോകുമ്പോഴത്തേക്ക് അവരെ എറിഞ്ഞാട്ടുക. ഒന്നും കേൾക്കാൻ സാധിക്കാതെ ആയപ്പോൾ അവരെല്ലാം കൂടി ഇബ്ലീസിന്റെ അടുക്കൽ ചെന്നു. അവന്റെ ചില സൈന്യങ്ങളെ ഭൂമിയുടെ പല വശങ്ങളിലേക്കായി പറഞ്ഞയച്ചു, എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതിനു വേണ്ടി. അങ്ങനെ അവർ പലയിടങ്ങളിലേക്കായി യാത്ര പോയി. അതിലൊരു വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാള ചന്തയിലേക്ക് ദഅവത്തിനു വേണ്ടി സഹാബികളുമായി പോകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിയെ കണ്ടു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖുർആൻ പാരായണം കേട്ടു. അവർ തിരിച്ചുപോയി ഇബ്ലീസിനോട് കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു, ഇത് തന്നെയാണ് ആകാശലോകത്തിന്റെ സംരക്ഷണം ശക്തമാക്കാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് ആകാശലോകത്തിന്റെ സംരക്ഷണം അള്ളാഹു ശക്തമാക്കി. അതിൽ വിശുദ്ധ ഖുർആനിനും നമ്മുടെ റസൂലിനും അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര പരിഗണന നൽകിയിട്ടുണ്ട് എന്നതിനുള്ള തെളിവുണ്ട്. വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ചുള്ള സൂചനകൾ വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നുകൾ പറഞ്ഞതായി ഖുർആനിൽ പറഞ്ഞു, വഅന്നാ കുന്നാ നഖഉദു മഖാഇദ ലിസ്സംഇ ഫമൻ യസ്തമിഇൽ ആന യജിദ് ലഹു ശിഹാബൻ റസദ. ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ ഇരുന്ന് കട്ട് കേൾക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും അവിടെ ഇരുന്ന് കട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ അവനെ പിടികൂടാൻ ഉദ്ദേശിച്ചു വരുന്ന ഉൽക്കകൾ അവന് കണ്ടെത്താൻ സാധിക്കും. വഅന്നാ ലാ നദ്രി അശർറുൻ ഉരീദ ബിമൻ ഫിൽ അർദി അം അറാദ ബിഹിം റബ്ബുഹും റശദ. ഭൂമിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. അത് അള്ളാഹു ഖൈറാണോ ഉദ്ദേശിക്കുന്നത് ഷർറാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. ജിന്നുകൾ പറഞ്ഞ സംസാരമാണത്. ഇപ്പൊ ജിന്നുകൾ അവർക്ക് കട്ട് കേൾക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർത്തലാക്കി. അത് പൂർണ്ണമായി അവർക്ക് സാധിക്കാത്ത രൂപമുണ്ടായി. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുൻപ് റസൂലുള്ളാഹിക്ക് ചില പ്രത്യേകമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിക്ക് 40-ാമത്തെ വയസ്സിലാണ് നുബുവത്ത് ലഭിക്കുന്നത്. അതിന് 4-5 വർഷങ്ങൾക്ക് മുൻപ് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായി. അതിലേറ്റവും പ്രകടമായ മാറ്റമായിരുന്നു റസൂലുള്ളാഹിക്ക് ഏകാന്തത ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നത്. ഏതാണ്ട് റസൂലുള്ളാഹിക്ക് 35 വയസ്സുള്ള സന്ദർഭത്തിൽ അതുമുതൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കിരിക്കുന്നത് ഇഷ്ടപ്പെട്ടു. മക്കയിലെ ഖുറൈശികൾ അവർ റമദാൻ മാസമായി കഴിഞ്ഞാൽ ചെയ്തിരുന്ന ഇബാദത്തുകളിൽ ഒന്നതാണ് ഒറ്റയ്ക്കിരിക്കുക. റമദാനിൽ അവർ ചെയ്തിരുന്ന ഇബാദത്തുകൾ ഒന്നാണത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അവരുടെ ഇബാദത്തുകളിൽ നിന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീഅത്തിൽ നിന്ന് ലഭിച്ചതാണത്. ഇബ്രാഹിം നബിയുടെ ദീനിൽ നിന്ന് അവർക്ക് ലഭിച്ച കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഒറ്റയ്ക്കിരിക്കൽ. അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട്, സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട്, അതിലുള്ള അത്ഭുതങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുക എന്നത് ഇഷ്ടമായിരുന്നു. ഈ അവസാന വർഷങ്ങളിൽ റസൂലുള്ളാഹിക്ക് 40 വയസ്സാകുന്നതിന് മുൻപുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ പോയിരിക്കും. ഹിറാ ഗുഹ മക്കയിൽ കഅബയുടെ അടുത്ത് തന്നെയുള്ള ഗുഹയാണ്. ആ ഗുഹയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നേരെ കഅബ കാണാം. കഅബ കാണുന്ന ദൂരത്തിലാണ് ഹിറാ ഗുഹയുള്ളത്. അതുകൊണ്ട് തന്നെ ഹിറാ ഗുഹയിൽ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് 3 കാര്യം കിട്ടും. ഒന്ന്, അയാൾക്ക് ഒറ്റയ്ക്കിരിക്കുക, അതൊരു ഗുഹയാണ്, അതിന്റെ ഉള്ളിൽ ഒരാൾ വരാനില്ല. 2, അവിടെ ഇരുന്നുകൊണ്ട് അയാൾക്ക് കഅബ കാണാം. 3, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തുകൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്യാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹ തെരഞ്ഞെടുത്തത്. കാരണം അവിടെ നിന്ന് നോക്കിയാൽ കഅബ കാണാം. കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യുക എന്നത് അവിടെ എത്തിയാൽ സാധ്യമാകുന്ന കാര്യങ്ങളിൽ ഒന്നായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കഅബയിൽ ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുമായിരുന്നു. അങ്ങനെ ആദ്യം റമദാൻ മാസത്തിൽ മാത്രമാണ് റസൂലുള്ളാഹി ഇരുന്നിരുന്നത്. അവിടത്തേക്ക് 40 വയസ്സാകുന്നതിന് തൊട്ടു മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി അങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വരും. എന്നിട്ട് കുറച്ചധികം ദിവസങ്ങൾ താമസിക്കാൻ വേണ്ട ആവശ്യമായ ഭക്ഷണവും മറ്റു കാര്യങ്ങളും കയ്യിൽ കരുതും. ഹിറാ ഗുഹയിലേക്ക് പുറപ്പെടും. എന്നിട്ട് അവിടെ പോയിരിക്കും. കുറെ ദിവസങ്ങൾ അവിടെ കഴിച്ചു കൂട്ടും. അങ്ങനെ ഭക്ഷണവും മറ്റു കാര്യം കഴിഞ്ഞാൽ റസൂലുള്ളാഹി തിരിച്ചു വരും. ആദ്യം കഅബയിലേക്ക് പോകും. കഅബയിൽ പോയി അതിനുശേഷം അവിടെ നിന്ന് ഇബാദത്തുകൾ ചെയ്തതിനു ശേഷം, അവിടെ തവാഫ് ചെയ്തതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് തിരിച്ചു പോകും. എന്നിട്ട് വീണ്ടും ഭക്ഷണവും കാര്യങ്ങൾ തയ്യാറാക്കും. വീണ്ടും ഹിറാ ഗുഹയിലേക്ക് തിരിച്ചു പോകും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധാരാളം സമയം ഒറ്റയ്ക്കിരിക്കുക എന്നത് റസൂലുള്ളാഹിക്ക് ആ സന്ദർഭത്തിൽ ഇഷ്ടമായി തുടങ്ങി. അതിന് കാരണങ്ങളായി പലതും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ആലോചന. എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചത്? ഇതൊക്കെ വെറുതെ പഠിച്ചതാണ്? ആകാശഭൂമികൾ സൃഷ്ടിപ്പിൽ മനുഷ്യന്മാർക്കുള്ള വലിയ പാഠങ്ങളിൽ ഒന്നാണത്. ഒരാൾക്ക് ഖുർആനും ഹദീസും ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു പാഠം അയാൾക്ക് ആകാശഭൂമികളുടെ പടപ്പിലുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശഭൂമികളുടെ പടപ്പിൽ രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങൾ തന്നെയുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആലോചിക്കുന്ന ആളുകൾ അവർ പറയുന്ന വാക്കെന്താ? മാ ഖലഖ്ത ഹാദാ ബാതില. അല്ലാഹു നീ ഇതൊന്നും വെറുതെ പടച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കും, ആകാശഭൂമികളെ കുറിച്ച് ആലോചിക്കും. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ പടക്കപ്പെട്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ അള്ളാഹു പടച്ചിരിക്കുന്നത്? അവിടത്തേക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കിരിക്കുന്ന ആ വേളകളിൽ റസൂലുള്ളാഹി ആലോചിക്കുമായിരുന്നു. ഈ ഖൽവത്ത്, ഒറ്റയ്ക്കിരിക്കുക എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമാക്കപ്പെട്ടു എന്നത് നുബുവത്തിന്റെ ആമുഖങ്ങളിൽ പെട്ടതായിരുന്നു. ഈ ഒറ്റയ്ക്കിരിക്കുക എന്നുള്ള ഇബാദത്ത് അതിപ്പോഴുള്ള ഇബാദത്താണ്, അവസാനിച്ച കാര്യമല്ല. ചില ആളുകൾ ഉസ്ലത്ത് എന്നതിന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇഅ്തികാഫ്, റമളാനിന്റെ അവസാനത്തിൽ മസ്ജിദുകളിൽ ഒറ്റയ്ക്കിരിക്കുക എന്നത്, മസ്ജിദുകളിൽ ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കുക എന്ന ഇഅ്തികാഫ്, അത് ഈ ഖൽവത്തിന് സമാനമായ കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഖൽവത്ത് എന്ന് പറയുന്നത് മസ്ജിദിലും ചെയ്യാം, എല്ലാത്തടത്തും ചെയ്യാം. ഇഅ്തികാഫ് എന്നത് മസ്ജിദിൽ മാത്രമേ പറ്റുള്ളൂ. ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത് എവിടെയും ചെയ്യാം. അതൊരു ഇബാദത്താണ്. അള്ളാഹിനെ കുറിച്ച് ആലോചിച്ച് ഒറ്റയ്ക്ക് മാറിയിരിക്കുക എന്നുള്ളത് അപ്പൊ അതൊരു ഇബാദത്താണ്. മനുഷ്യന്മാരുമായി കൂടിക്കലരുക എന്നതിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് നൽകുന്ന ധാരാളം കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങൾ ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് ഒറ്റയ്ക്കിരിക്കൽ. ചില ആളുകൾക്ക് ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത് ഫിത്ന ആയേക്കാം. അങ്ങനെ ഫിത്ന ഭയക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഒറ്റയ്ക്കിരിക്കേണ്ടതില്ല. ചില ആളുകൾക്ക് ഒറ്റയ്ക്കിരുന്നാൽ അവർക്കുണ്ടാകാവുന്ന ഫിത്നകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നല്ല സാലിഹീങ്ങളായ കൂട്ടുകാരോടൊപ്പം ഇരിക്കലായിരിക്കും ഖൈർ. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ സാലിഹീങ്ങളായ കൂട്ടുകാരോടൊപ്പം തന്നെ ഇരിക്കുക. ചില ആളുകൾക്ക് ആളുകളോടൊപ്പം കൂടുന്നതിലായിരിക്കും ഫിത്ന ഉണ്ടാവുക. അവർക്ക് ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കലായിരിക്കും അഫ്ദൽ. അപ്പൊ ആളുകൾ അവരവരുടെ കാര്യങ്ങൾ, അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് ചെയ്യേണ്ട ഇബാദത്തുകളിൽ ഒന്നാണ് ഈ പറഞ്ഞ ഇബാദത്ത്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നുബുവത്തിന് തൊട്ടു മുൻപ് ഉണ്ടായ കാര്യങ്ങളിൽ ഒന്നാണിത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് 6 മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കാര്യമാണ്. നുബുവത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അർ-റുഅ്യ സ്വാലിഹ, സത്യമാകുന്ന സ്വപ്നങ്ങൾ. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, അവ്വലു മാ ബുദിഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ വഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയിൽ നിന്ന് ആദ്യം ലഭിച്ച കാര്യം അർ-റുഅ്യ സ്വാദിഖതു ഫിൻ-നൗം, ഉറക്കത്തിൽ കാണുന്ന സത്യസന്ധമായ സ്വപ്നങ്ങളായിരുന്നു. ഫകാന ലാ യറാ റുഅ്യ ഇല്ലാ ജാഅത് മിസ്ല ഫലഖി സുബ്ഹ്. അവിടുന്ന് ഒരു സ്വപ്നവും കാണാറില്ലായിരുന്നു, അത് പുലർച്ചെ സൂര്യൻ ഉദിക്കുന്നത് പോലെ പുലർന്നു കാണാതെ. ഏത് സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു കഴിഞ്ഞാലും അത് അതുപോലെ തന്നെ പുലർന്നു കാണാം. ഇത് വഹയിന്റെ തുടക്കങ്ങളിൽപ്പെട്ടതായിരുന്നു. പണ്ഡിതന്മാർ പലരും പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വഹയി നൽകപ്പെടുന്നതിന് മുൻപുള്ള ആമുഖങ്ങളായിരുന്നു ഇത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് അർ-റുഅ്യ അസ്സാലിഹ, നല്ല സ്വപ്നങ്ങൾ എന്നത്
അത് നുബൂവത്തിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ റസൂലുള്ളാഹി പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് മാത്രമല്ല, റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം നുബൂവത്തിൽ നിന്ന് ബാക്കിയായിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ് നല്ല സ്വപ്നങ്ങൾ എന്നത്. അത് മുഅ്മിനീങ്ങൾ അവസാന കാലഘട്ടത്തിൽ കൂടുതലായി കാണുമെന്നാണ്. ഫിത്നകൾ വർദ്ധിക്കുന്ന വേളയിൽ ഒരു മുഅ്മിൻ അവന് ഈമാനിൽ ഉറപ്പ് ലഭിക്കുന്നതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി അവന് സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കും. ആ സ്വപ്നങ്ങൾ അതുപോലെ അവന് പുലർന്നു കാണാൻ സാധിക്കും. ഒന്നല്ലെങ്കിൽ നേരെ അതുപോലെ തന്നെ കാണും, അതല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശങ്ങൾ അവന് മനസ്സിലാകും. ആ മനസ്സിലായതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ സ്വപ്നങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിക്കുന്നതിന് 6 മാസങ്ങൾക്ക് മുൻപ് അവിടുന്ന് സ്വപ്നങ്ങൾ കാണാൻ ആരംഭിച്ചു. അത് കണ്ടതുപോലെ തന്നെ പുലരുക എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം ഉണ്ടായ കാര്യങ്ങളിൽപ്പെട്ടതാണ്.